ചൈന അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ വളരെ വലിയ മൂവ്മെന്റ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. ചൈനയുടെ അല്ലെങ്കിൽ ചൈനക്കാരുടെ നീക്കം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചൈന ഇന്ന് ലോകം കണ്ട ഗ്ലോബൽ ഇൻവെസ്റ്ററായി ആണ് നമ്മൾ പലരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആഗോള നിക്ഷേപകൻ എന്ന സ്ഥാനത്ത് നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ റിക്കവറി ഏജന്റ് അല്ലെങ്കിൽ വായ്പ തിരിച്ചുപിടിക്കുന്ന രാജ്യമായി ചൈന മാറിയിരിക്കുന്നു. ഈ മാറ്റം ആഗോള ക്രമത്തിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ഓർഡറിൽ വലിയൊരു ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചൈന എന്ന രാജ്യം മാറിക്കഴിഞ്ഞാൽ ഉറപ്പായും ലോകത്തിലെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങൾക്കും അസ്ഥിരതയും പിന്നെ വളരെ അടിസ്ഥാനപരമായ രാജ്യങ്ങളുടെ രാഷ്ട്രീയ നയതന്ത്രപരമായ പുനഃക്രമീകരണങ്ങൾക്കും അത് കാരണമായേക്കും. ഇങ്ങനെ ചൈന ആഗോള ഇൻവെസ്റ്റർ എന്ന പദവിയിൽ നിന്നും ആഗോള രാജ്യങ്ങളുടെ കഴുത്തിൽ ബ്ലേഡ് വെക്കുന്ന പലിശക്കാരനായി മാറുമ്പോൾ ലോകരാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ദാരിദ്ര്യമേറിയ രാജ്യങ്ങളിലും അതേപോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും അവയുടെ കഴുത്തിൽ അല്ലെങ്കിൽ കടക്കിൽ കത്തിവയ്പ്പിന് ഇരയാകേണ്ടി വരും. ഓസ്ട്രേലിയയിലെ സിഡ്നി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ലൗവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ചൈന അനവധി രാജ്യങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ ബില്യൺസ് ആൻഡ് ബില്യൺസ് ആണ് കൊടുത്ത് സഹായിക്കുമ്പോൾ ആ ലോകരാജ്യങ്ങൾ ചൈനയെ പിന്തുണച്ച് ചൈനയുടെ ഈസി മണി വാങ്ങി കൂട്ടുകയും അങ്ങനെ ചൈനയെ വലിയൊരു ഡെപ്റ്റ് റിക്കവറി ഏജന്റ് അഥവാ വായ്പ തിരിച്ചുപിടിക്കുന്ന രാജ്യമായി മാറ്റിയിരിക്കുന്നു. ഈ വായ്പ തിരിച്ചുപിടിക്കൽ ബാധിക്കാൻ പോകുന്നത് ലോകരാജ്യത്തിന്റെ ദാരിദ്ര്യ രാജ്യത്തെയും വളർന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെയുമെന്ന് ലൗവി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2025 ലോകത്തിലെ ദാരിദ്ര്യ രാജ്യങ്ങൾ ചൈനയ്ക്ക് $22 ബില്യൺ വായ്പ തിരിച്ചടക്കാൻ നടത്തണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇനി ലൗവി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് ചൈനയ്ക്ക് ആഗോള വായ്പ നയത്തിൽ ഇറക്കിയ കാശ് കിട്ടാതെ വരുമ്പോഴും ചൈന അഡ്വാൻസ് ആയിട്ട് ചില മുൻകരുതലുകൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബാങ്ക് ലോൺ നമുക്ക് തരുമ്പോൾ അവർ നമുക്ക് കുറച്ച് കൊലാട്രലും സെക്യൂരിറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ ഇവിടെ ചൈന ഇറക്കിയിരിക്കുന്ന മറ്റൊരു തന്ത്രം എന്തെന്നാൽ ചൈന കൊടുക്കുന്ന വായ്പ ദാരിദ്ര്യമേറിയ രാജ്യങ്ങളിലാണെങ്കിലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കുമാണ്. ചൈനക്ക് ആ ഇറക്കിയ കാശ് എന്തെങ്കിലും വിധത്തിൽ കിട്ടാതെ വന്നാൽ അത് തിരിച്ചു പിടിക്കാനെന്ന വണ്ണം ചൈന മർമ്മം നോക്കി പിടിച്ചു എന്ന പോലെ ഇത്തരം രാജ്യങ്ങളുടെ വളരെ തന്ത്രപ്രധാനവും വിഭവപരമായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്കാളികൾക്കാണ് ചൈന തുടർച്ചയായി ധനസഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചൈനയിൽ നിന്ന് കടം വാങ്ങിയ രാജ്യങ്ങൾ അതും വൻതോതിൽ കടം പറ്റിയ രാജ്യങ്ങളായ പാകിസ്ഥാൻ, കസക്കിസ്ഥാൻ, മംഗോളിയ എന്നിവരും ഉൾപ്പെടും. ക്രിട്ടിക്കൽ മിനറൽസ് കൈവശമുള്ള അർജന്റീന, ബ്രസീൽ, കോങ്കോ, ഇന്തോനേഷ്യ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസും ചൈനയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. വളരെ വലിയ സമ്മർദ്ദം ചൈന കടം കൊടുത്ത രാജ്യങ്ങളുടെ മേൽ വാണിജ്യ സ്ഥാപനങ്ങൾ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 75ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ചൈന 2025 മാത്രം $35 ബില്യൺ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ദാരിദ്ര്യ രാജ്യങ്ങൾക്ക് രാജ്യത്തിന്റെ നിർണായക ചെലവുകളായ ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയുള്ള കാര്യങ്ങൾ ധനം കണ്ടെത്താനാവാതെ വരുന്നു. 2010 തന്നെ ധാരാളം സാമ്പത്തിക വിദഗ്ധർ ചൈനയുടെ കടം കൊടുക്കുന്ന നയത്തെ സുസ്ഥിരമായിരിക്കില്ല അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിരിക്കില്ല എന്ന് വിമർശിച്ചിരുന്നു. ആ സമയത്താണ് ചൈനയിൽ നിന്നും പല ഡെറ്റ് പ്രോജക്റ്റുകൾക്കും വളരെ എളുപ്പത്തിൽ കടം കിട്ടി തുടങ്ങിയത്. സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ പോലെ അത്തരം ഡെറ്റ് പ്രോജക്റ്റുകളിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ റിക്കവറി എളുപ്പമായിരുന്നില്ല. ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സമയപരിധിയില്ലാത്ത ഇത്തരം കടങ്ങൾ വാങ്ങിക്കൂട്ടി അവിടെ അഴിമതി വർദ്ധിച്ചതും നമ്മൾ ഏറെ കണ്ടതാണ്. ഇന്ത്യ ചൈനയുടെ ചതിക്കുഴി അന്നേ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയുടെ BRI പ്രൊജക്ട്, ബോർഡർ ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പ്രൊജക്ടിന്റെ ഭാഗമായില്ല. ഇന്ത്യ അന്നേ നമ്മുടെ അതിർത്തി രാജ്യങ്ങളായിട്ടുള്ള അയൽ രാജ്യങ്ങളോട് പറഞ്ഞിരുന്നു ചൈനയുടെ കടം നയം ഒരു കടക്കിണിയാണെന്നും അഥവാ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി ആണെന്നും ഇത്തരം ചതിക്കുഴിയിൽ വീഴുന്ന വികസിക്കുന്ന രാഷ്ട്രങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പണം കിട്ടും, തിരിച്ചടച്ചില്ലെങ്കിൽ അതേപോലെ തന്നെ ചൈന വലിയൊരു കുഴിയിൽ കൊണ്ടുപോയിട്ടിട്ട് നയതന്ത്ര വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരുമെന്ന് ഇന്ത്യ അന്നേ പറഞ്ഞിരുന്നു.
2008 ശ്രീലങ്ക ചൈനയുടെ എക്സിം ബാങ്കിൽ നിന്ന് അവരുടെ നയതന്ത്ര പ്രധാനമായ ഹമ്പനട്ടോട്ട പോർട്ട് വികസനത്തിനായി കടം പറ്റിയിരുന്നു. എന്നാൽ ആ പ്രൊജക്ട് കാര്യക്ഷമമല്ലാതെ പോർട്ടിന്റെ കൈകാര്യവും വളരെ കുറഞ്ഞ തിരക്കും ആ പ്രൊജക്റ്റിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കടം തിരിച്ചു അടക്കാൻ പറ്റാതെ 15,000 ഏക്കർ കണക്കിന് സ്ഥലം ചൈനയ്ക്ക് 99 വർഷത്തിന് പാട്ടത്തിന് കൊടുക്കേണ്ടി വന്നു. ഇന്ന് ചൈന ലങ്കയുടെ നയതന്ത്ര പ്രധാനമായ വലിയ ഷിപ്പിംഗ് റൂട്ട് നിയന്ത്രിച്ചു പോരുകയാണ്. പാകിസ്ഥാന്റെ ഗ്വദാർ പോർട്ടിന്റെ അവസ്ഥ സമാനമല്ല. ചൈനയുടെ ചതിക്ക് ഉദാഹരണം തന്നെയാണ്. ഈ ഗ്വദാർ തുറമുഖം ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഗ്വദാർ തുറമുഖത്തിന്റെ അതുവഴി ചൈന അറബിക്കടലിന് മുകളിൽ സ്വാധീനം ലഭിച്ചിരിക്കുന്നു പറയാം. ഡിജിബൌട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നല്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡിജിബൌട്ടിയുടെ നയതന്ത്ര പ്രധാനമായ തുറമുഖം ഫണ്ട് ചെയ്തതിലൂടെ 2020 ആയപ്പോഴേക്കും രാജ്യത്തിന്റെ GDP 70% ചൈനയ്ക്കുള്ള കടം തിരിച്ചടവിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ മാർക്കോ റൂബിയോ റോയിട്ടേഴ്സിന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ BRI അഥവാ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതി ചൈനയുടെ ആഗോള സ്വാധീനം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ചൈനയുടെ കടക്കണി നയതന്ത്രം അഥവാ ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയുകയുണ്ടായി. ഇനി വരും വർഷങ്ങളിലും കുറച്ചധികം രാജ്യങ്ങൾ ചൈനയുടെ കടക്കണിയിൽ പെട്ടേക്കാം. അപ്പോൾ അറിയാം ചൈന ഈ രാജ്യങ്ങളുടെ മേൽ എപ്രകാരമുള്ള നയതന്ത്ര വിലപേശലാണ് നടത്താൻ പോകുന്നതെന്ന് നമുക്ക് ഇനി നോക്കിയിരുന്ന് കാണേണ്ടി വരും.